ഹൈ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ പവിത്രത്തിന്റെ വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ മാഷിനെയും അതുപോലെ തന്നെ കമലേനെയാണ്. അപ്പോൾ ഫുഡുമായിട്ട് കമലയുടെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ്. അതെ, ഇതുപോലൊരു രാത്രി നമ്മുടെ ജീവിതത്തിൽ മുമ്പും ഉണ്ടായിട്ടുണ്ട്. എന്താ കമല ഓർക്കുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. കരഞ്ഞ് തളർന്ന് ഈ ഭക്ഷണം കഴിക്കാതെ ഒരു രാത്രി. പക്ഷേ ഓർമ്മയുണ്ടോ നിനക്ക്? അപ്പം ഒരു വ്യത്യാസം മാത്രം ഉണ്ടായിരുന്നു എന്ന് മാത്രം. വിചാരണ വേളയിൽ കോടതി ശിക്ഷിക്കും എന്ന് ഉറപ്പാക്കിയ രാത്രി നിനക്ക് പകരം ഭക്ഷണം ഉപേക്ഷിച്ചത് ഞാനായിരുന്നു എന്ന് മാത്രം. എന്താ ശരിയല്ലേ? പിറ്റേന്ന് മുതൽ അന്ന് മുതൽ അവൻ ജയിൽവാസം അനുഷ്ഠിച്ച അത്രയും കാലം ഞാൻ എവിടെയാ കിടന്നത്? ഞാൻ ഇന്നുവരെയും ഈ പറയുന്ന നിലത്തെ കിടന്നുറങ്ങിയിട്ടുള്ളൂ. ഉപ്പില്ലാത്ത ഭക്ഷണം മാത്രമേ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അവനില്ലാത്ത ഒരാഘോഷവും ഞാൻ ഈ വീട്ടിൽ കൂടിയിട്ടേ ഉണ്ടായിരുന്നില്ല. മറ്റുള്ളവർ ഓണവും വിഷുവും ഒക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ നിന്നെയും കൂട്ടി അമ്പലങ്ങൾ മുഴുവൻ താണ്ടുകയായിരുന്നു. എന്താ പടച്ചോറായിരുന്നു അന്ന് ആ ദിവസങ്ങളിൽ നമ്മളുടെ അന്നം. എന്താ കമലെ, അത് മറന്നുപോയോ നീ എന്ന് ചോദിച്ചു. എന്നിട്ട് മാഷ് അങ്ങോട്ട് എഴുന്നേറ്റിട്ട്, അതെ, ഇന്ന് ഇവന്റെ കാര്യത്തില് എനിക്കൊരു പക്ഷേ ഇപ്പോഴും ഈ കേസിലും ചിലപ്പോ അവൻ ശിക്ഷിക്കപ്പെട്ടേക്കാം. അതിൽ സംശയമൊന്നും ഇല്ലാത്ത കാര്യമാണ്. കളരിക്കൽ സുധാകരൻ മാഷ് അങ്ങനത്തെ തന്നെ ഞാൻ ഈ വീട്ടിൽ ഇനിയും ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അവനില്ലാത്തൊരു വീടിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. അവനെതിരെ സത്യം പറഞ്ഞു എന്ന കുറ്റത്തിന് അവൻ കടന്നു പോകുന്ന അതേ ജീവിതത്തിലൂടെ തന്നെ ഒരിക്കൽ കൂടി ഈ ഞാനും ഞാൻ കടന്നു പോയിക്കോളാം. എന്താ കമലെ എന്ന് ചോദിച്ചു. പുറത്തിറങ്ങുമ്പോ അവൻ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. അവൻ എന്നെ വെറുത്തോട്ടെ, എനിക്ക് കുഴപ്പമില്ല. പക്ഷേങ്കില് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. ലോകത്തെ ഏറ്റവും വലിയ ശത്രു അത് ചിലപ്പോ ഞാനും ആയിരിക്കാം. അതും കുഴപ്പമില്ല എന്ന് മാഷ് പറയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, പുറത്തിറങ്ങുന്ന അവനോട് ഞാൻ എന്താ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ നീ അവിടെ ഉണ്ടാവണം കമല. അതിന് നീയും നരകിപ്പിച്ചില്ലാതാക്കിയവനാണ് ഞാൻ എന്ന് അവനെ കൊണ്ട് നീ പറയാനായിട്ട് ഇടവരുത്തരുത് എന്ന് പറഞ്ഞു. മാഷേ എന്ന് വിളിച്ചു. നീ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞ് ഭക്ഷണം കൊണ്ടുപോയി കമലയുടെ നേരെ നീട്ടുകയാണ് കേട്ടോ. നീ കഴിക്കുക കമല എന്ന് പറഞ്ഞു. നീ വിഷമിക്കാതെ, നാളെ അവനെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം മിക്കവാറും റിമാൻഡിൽ വെക്കാനാണ് സാധ്യത. പിന്നെ നീ വിഷമിക്കാതെ, എന്തെങ്കിലും വിചാരണയ്ക്ക് ശേഷം അവന്റെ ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ സത്യത്തിന്റെ ഒരു കണിയുണ്ട് എങ്കിൽ അവനെ ആ കോടതി വെറുതെ വിടും കമല. മാഷേ എന്ന് പറഞ്ഞുകൊണ്ട് കമല കെട്ടിപ്പിടിച്ചു നിന്ന് കരയാണ് കേട്ടോ. അപ്പൊ വേദയും വളരെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഫുഡുമായിട്ട് നേരെ വേദയുടെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പം നീ ഫുഡെങ്കിലും കഴിക്കുക, അമ്മയൊക്കെ കഴിക്കുന്നില്ല, നീയും കൂടെ കഴിക്കാതിരുന്നാൽ എങ്ങനെയാ? ശ്രീജേടത്തിക്ക് എന്നോട് ദേഷ്യം തോന്നുന്നില്ലേ? എന്തിന്? എല്ലാവരും പറഞ്ഞിട്ടും ഞാൻ കേൾക്കാതെ സാക്ഷി പറഞ്ഞതിന്? അങ്ങനെ ചോദിച്ചാ എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെയല്ല വേദ തോന്നുന്നത് എന്ന് പറഞ്ഞു. എന്തെങ്കിലും ശരിയായ കാരണമില്ലാതെ നീ അങ്ങനെ ചെയ്യില്ല എന്നാ എന്റെ മനസ്സ് പറയുന്നത്. ശ്രീജേടത്തിക്ക് അങ്ങനെ തോന്നാൻ കാരണം വീട്, സ്വത്ത്, സ്ഥലം, ബന്ധുക്കള് അങ്ങനെയെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് നീ ഈ ജീവിതത്തിലേക്ക് തന്നെ ഇറങ്ങി വന്നത്. നീ വന്നത് പ്രതികാരം ചെയ്യാനാണെന്ന് നന്ദിനിയെ പോലെ ഞാനും വിശ്വസിച്ചിരുന്നു. പക്ഷേ പോകെ പോകെ നിന്റെ ഉള്ളിലെ വിക്രത്തിനോട് ഇഷ്ടമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി. അതുകൊണ്ട് തന്നെ അപ്പോ മതിയായ ഒരു കാരണമില്ലാതെ നീ അത് ചെയ്യില്ല എന്ന് എനിക്ക് വിശ്വസിച്ചൂടെ എന്ന് ചോദിക്കുകയാണ്. പക്ഷേ മറ്റുള്ളവർക്ക് ഞാൻ പറഞ്ഞത് വിശ്വാസമാകണമെങ്കിൽ അതിനുള്ള ന്യായം വേണം വേദ എന്ന് പറഞ്ഞു. നിന്നെ ഒരു സാക്ഷിയുമില്ലാതെ കോടതിയിൽ തള്ളിപ്പോവുമായിരുന്ന കേസ് നീ ഇടപെട്ട് വിക്രത്തിനെ ശിക്ഷിക്കാൻ ഇടവരുത്തുന്നത് എന്തിനാണെന്നാ മറ്റുള്ളവർക്ക് മനസ്സിലാവാത്തത്. അതെ, ചില കാര്യങ്ങൾ അങ്ങനെയാണ് ശ്രീജേടത്തി. അത് നമ്മള് എന്താ പറയാ, എത്ര പറഞ്ഞാലും ആളുകൾക്ക് ചിലപ്പോ അത് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്നും വിഡ്ഢിത്വമാണെന്നും സ്വാർത്ഥതയാണെന്നും ഒക്കെ ചിലപ്പോൾ തോന്നിയിരിക്കാം. പക്ഷെ അവസാനം അത് മനസ്സിലാവും. അതായിരുന്നു ശരിയെന്ന് മനസ്സിലാവുന്ന ഒരു കാലം വരും. അമ്മയടക്കം എല്ലാവർക്കും എന്നോട് ചിലപ്പോൾ ദേഷ്യം ഉണ്ടായിരിക്കും. അത് പിന്നീട് മാറിക്കോളും, അതെനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞു. നീ ഇത് കഴിക്കുക എന്ന് പറഞ്ഞ് ശ്രീജേടത്തി അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പൊ വേദയും അച്ഛനും അമ്മയും എല്ലാവരും വിക്രത്തെ ഓർത്ത് ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ജില്ലാ കോടതിയിലാണ് കാണുന്നത്. അപ്പൊ അതേണ്ട കോടതിയിലേക്ക് വിക്രത്തിനെ കൊണ്ടുവന്നു. അപ്പൊ സജീവനും അതുപോലെ തന്നെ ജോസഫും അവിടെ നിൽപ്പുണ്ട്.
ആരാ എന്ന് ചോദിച്ചു. വിക്രത്തിന്റെ കൂട്ടുകാരാ. ആരാണെങ്കിലും പ്രതിയോട് സംസാരിക്കാൻ പറ്റില്ല, മാറി നിൽക്കടോ എന്ന് പറഞ്ഞ് ഇവനെയും കൂട്ടിക്കൊണ്ട് ഇവരകത്തേക്ക് പോവാണ്. ഈ സമയത്താണ് നമ്മുടെ ശങ്കർ നാരായണൻ വരുന്നത്. വന്നിട്ട് ഒരു പുച്ഛഭാവത്തിൽ ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ടാണ് ഇദ്ദേഹം നേരെ അകത്തേക്ക് കയറി പോകുന്നത്. വിക്രത്തിനെ കണ്ടു, നേരെ കോടതിയിലേക്ക് കയറി ചെന്നു. അപ്പൊ കോടതിയിൽ കേസ് വിളിക്കുകയാണ്. ക്രൈം നമ്പർ 65/2025, കളരിക്കൽ സുധാകരൻ മകൻ വിക്രം എന്ന് വിളിക്കുന്ന വിക്രം സുധാകരൻ. അപ്പൊ വിക്രം വന്ന് നേരെ കോടതിയിലേക്ക് കയറി നിൽക്കുവാണ്. അപ്പം എല്ലാവരും എന്താ പറയാ, ആകാംക്ഷയിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പം എന്താണെങ്കിലും വിധിക്കുക ചെയ്യണം. സർ, ബെയിലിന് അപ്പീൽ ചെയ്തിട്ടുണ്ട്. എന്റെ പൊന്നോ, ആദ്യം കേസൊന്ന് നോക്കട്ടെ വക്കീലെ എന്ന് പറഞ്ഞു. പി പ്രൊസീഡ് എന്ന് പറഞ്ഞു. അപ്പൊ പ്രോസിക്യൂഷൻ വക്കീലാണ്. അപ്പൊ അദ്ദേഹം എഴുന്നേറ്റിട്ട് MLA വാസവന്റെ മകളെ വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് കൊല്ലാൻ നോക്കിയെന്നാണ് കേസ്. സാക്ഷിയുണ്ടോ? ഉവ്വ് സർ, പ്രൈമറി വിറ്റ്നസിന്റെ മൊഴി കോടതിയിൽ രേഖപ്പെടുത്തി പോലീസ് എത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആ പേപ്പർ വേണ്ട നമ്മുടെ വക്കീൽ ജഡ്ജിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഇതൊക്കെ എടുത്തു നോക്കി. സർ, അത് വിക്രത്തിന്റെ വക്കീലാണ് കേട്ടോ. എന്റെ കക്ഷി ഇതുപോലെ MLAയുടെ മകനെ ആക്രമിക്കുകയായിരുന്നു. തമ്മിൽ നടന്ന അടിപിടിയാണത്, അല്ലാതെ എന്റെ കക്ഷി കൊലപാതകത്തിന് ശ്രമിച്ചിട്ടില്ല. എന്റെ വക്കീലെ, അതുകൊണ്ടായിരിക്കും അടി കിട്ടിയവൻ മരിക്കാനായി ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. നിങ്ങളുടെ കക്ഷി പൂർണ്ണ ആരോഗ്യവാനായി ഇപ്പൊ കോടതിയിൽ നിൽക്കുന്നത്. എന്താ വക്കീലെ? അപ്പൊ പ്രോസിക്യൂഷൻ, അതെ സർ, എനിക്ക് ഈ പ്രതിക്ക് ഈ പറയുന്ന വരുണുമായി യാതൊരു മുൻപരിചയമില്ല. മറ്റെന്തൊക്കെ ഉദ്ദേശങ്ങൾ കൂടി ഈ ആക്രമണത്തിന് പിന്നിലുണ്ട് സർ. അത് അന്വേഷിച്ചറിയാൻ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വേണം സർ. അപ്പൊ അദ്ദേഹം കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നു. എന്നിട്ട് നമ്മുടെ ശങ്കർ നാരായണൻ നേരെ കോടതി വിധി പറയാണ് കേട്ടോ. പ്രോസിക്യൂഷന്റെയും പ്രഥമ ദൃഷ്ടിയാൽ പ്രോസിക്യൂഷൻ കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ പ്രതിയെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്യുന്നു. പോലീസ് കസ്റ്റഡിയിൽ തെളിവെടുപ്പിനും മറ്റും ആവശ്യങ്ങൾക്കുമായി 2 ദിവസം പോലീസ് കസ്റ്റഡിയിലും വിടുന്നു എന്ന് കോടതി ഉത്തരവിട്ടു. നെക്സ്റ്റ് 16-ാം തീയതി എന്ന് പറഞ്ഞൊരു ഡേറ്റും പറഞ്ഞ് അദ്ദേഹം കേസ് ഒഴിവാക്കി. പിന്നെ കാണുന്ന നമ്മുടെ സുധാകരൻ മാഷിനെയാണ്. മാഷ് നേരെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പൊ വേഗം കമല ഓടി ഇറങ്ങി വരികയാണ്. മാഷേ, എന്തായി മാഷേ എന്ന് ചോദിച്ചോ. നിങ്ങള് കോടതിയിൽ പോവില്ല എന്ന് എനിക്കറിയാം, പക്ഷെ അവളുടെ കൂട്ടുകാർ പറഞ്ഞു എന്ന് കോടതിയിൽ വക്കീൽ ജാമ്യാപേക്ഷ കൊടുക്കുമെന്ന്. എന്തായി? എന്തെങ്കിലും അറിഞ്ഞോ മാഷേ? അപ്പൊ ഒന്നും മിണ്ടുന്നില്ല. അല്ല, ജാമ്യം കിട്ടിയ അവൻ വന്നാലേ അവനെയും കൂട്ടി നമുക്ക് കാളാമ്പുഴ ക്ഷേത്രത്തിൽ പോണം മാഷേ. അവിടെ ചെന്ന് മുട്ടിറക്കി പ്രാർത്ഥിച്ചോളാന്ന് ഞാൻ നേർന്നിട്ടുണ്ട് മാഷേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് മാഷേ, ഒന്നിനു പിറകെ ഒന്നായി എൻ്റെ കുട്ടിക്ക് വരുന്ന പ്രശ്നങ്ങൾ വരാൻ ഇനിയിപ്പം അതേ ഉള്ളൊരു വഴി. അപ്പൊ കുറച്ച് എന്നിട്ട് ഇനി അതിനും വരില്ല എന്ന് മാഷ് മാത്രം പറയരുത് കേട്ടോ. അതെ, അവനോടൊപ്പം സാക്ഷിമൊഴി കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ പോയതല്ലേ, ആ ദോഷം കൂടി അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് തീർക്ക്. ഞാൻ കോടതിയുടെ അകത്ത് പോയില്ലെന്നേ ഉള്ളൂ, ആ പരിസരത്തുണ്ടായിരുന്നു കമല. എന്നിട്ട് അവന് ജാമ്യം കിട്ടിയില്ല വക്കീൽ കമല. അത് മാത്രമല്ല, കോടതി അവനെ റിമാൻഡിൽ വെച്ചു. അകത്തേക്ക് കയറിപ്പോയി. അപ്പൊ കമല അവിടെ നിന്ന് കരയാണ്. കമല, ഒരു കണക്കിന് അതാ നല്ലത്. അതിന്റെ കാരണം നിനക്ക് പിന്നീട് ഞാൻ പറഞ്ഞില്ലെങ്കിലും മനസ്സിലായിക്കോളും എന്ന് പറഞ്ഞു. അപ്പൊ വിക്രത്തിനെ ആയിട്ട് തെളിവെടുപ്പിനായി പോലീസ് ആ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ജോസഫും സജീവനും ഉണ്ട് കേട്ടോ. അപ്പൊ വിക്രം വേദയെ കണ്ടു. വേദ അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് വിക്രം ഒന്ന് നോക്കിയേട്ടോ. വളരെ ദയനീയമായി നോക്കുന്നത്. അപ്പൊ സഹതാപത്തോടെയാണോ നോക്കുന്നത് എന്താണെന്നറിയില്ല. വിക്രം ഇങ്ങനെ തിരിഞ്ഞു വേദയെ നോക്കി. അപ്പൊ സജീവൻ അങ്ങോട്ടേക്ക് വന്നിട്ട്, അതെ, എന്താ സന്തോഷമായല്ലോ അല്ലേ? പോലീസിന്റെ തെളിവെടുപ്പാ. ദൃക്സാക്ഷിയുടെ മൊഴി പ്രകാരം തന്നെയാണ് കൃത്യം നടന്നത് എന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാ. സന്തോഷമായല്ലോ അല്ലേ വേദ നിനക്ക് എന്നിങ്ങനെ ജോസഫ് ചോദിക്കാണ്. എന്തിനു വേണ്ടിയിട്ടാ വിക്രം അത് ചെയ്തെന്ന് ഒന്ന് അന്വേഷിക്കാനെങ്കിലും തോന്നിയോ? അതില്ലല്ലോ ജോസഫ്, വേണ്ട എന്ന് സജീവൻ പറഞ്ഞു. പക്ഷെ എങ്കിലും വേദയ്ക്ക് നല്ല സങ്കടമുണ്ട്. വേദ ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. അപ്പൊ പോലീസുകാരൻ വന്നിട്ട് താങ്ക്സ് എന്ന് വേദയോട് പറയാണ്. എന്താണെങ്കിലും കുട്ടി തന്ന അതേ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രതി കൃത്യം ചെയ്തിരിക്കുന്നതെന്ന് ആ പ്രതിയുടെ കുറ്റസമ്മതമുണ്ട്. ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞ് അദ്ദേഹം വിക്രത്തിനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. വിക്രം പോകുന്ന കണ്ടപ്പോഴത്തേനും വായിക്ക് ശരിക്കും സങ്കടം വന്നു. എങ്കിലും പിടിച്ചിങ്ങനെ നിൽക്കാണ് കേട്ടോ. അപ്പം ജോസഫും സജീവനും ഒക്കെ അവിടെ നിൽപ്പുണ്ട്. പിന്നെ കാണുന്നത് നമ്മുടെ ദർശന്റെ വക്കീൽ ഓഫീസിലാണ്. അപ്പൊ രാധ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. സർ, എന്താ രാധ ഇങ്ങോട്ടൊക്കെ? സർ, 2 കാര്യങ്ങളുണ്ട് സർ, വരേണ്ട ഒരാവശ്യം വന്നു. എങ്കിൽ ഇരുന്നിട്ട് സംസാരിക്കാം. എന്താണ് 2 ആവശ്യം? ഇതാ സാർ, ആദ്യത്തെ സാറിന്റെ കടം അങ്ങ് തീർക്കാന്ന് വിചാരിച്ചു. അന്ന് ആ സാറ് തന്ന ആ പണം ഞാൻ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കിപ്പോ ആവശ്യമില്ലായിരുന്നു. സാരമില്ല സാർ,
അപ്പോൾ അല്ല ഇപ്പൊ എവിടുന്ന് ഈ പണം ഉണ്ടായി? ഞാൻ വീണ്ടും ഓട്ടോ പണയപ്പെടുത്തി. അതെ, ശരിക്കും പറഞ്ഞാൽ കുറച്ച് കടമൊക്കെ ഉണ്ടെങ്കിൽ അത് വീട്ടാനൊക്കെ ഒരു ഉത്സാഹവും ഉന്മേഷവും ഒക്കെ തോന്നുള്ളൂ സാർ. ഒരു പണിയാനൊരു ഊർജം. സാധാരണ ആൾക്കാർക്ക് കടമില്ലാതിരിക്കുന്നതാണ് ഇഷ്ടം. ഇത് രാധയുടെ കാര്യത്തിൽ തിരിച്ചാണല്ലോ. സാർ ഇത് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ രാധയ്ക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വാങ്ങിക്കാട്ടോ, ഇതിവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ഇനി രണ്ടാമത്തെ ആവശ്യം എന്താണ് എന്ന് ചോദിച്ചു. സാർ എനിക്ക് വേണ്ടി കോടതിയിൽ ഒന്ന് ഹാജരാകണം. അതിന് രാധ എന്ത് തെറ്റ് ചെയ്തു? എന്താ രാധയ്ക്ക് പറ്റിയത്? അതല്ല സാർ, എനിക്ക് വേണ്ടിയിട്ടല്ല, വിക്രത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ ദർശന്റെ മുഖഭാവം മാറി. ദർശൻ പറഞ്ഞു, അതെ എനിക്ക് കുറച്ച് കേസ് പഠിക്കാനുണ്ട്, നിങ്ങൾ ചെല്ലൂ, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. സാർ പ്ലീസ് സാർ, ഞാനൊന്ന് പറയട്ടെ. വേണ്ട, എനിക്കൊന്നും പറയുന്നത് കേൾക്കണമെന്ന് താല്പര്യമില്ല. രാധയ്ക്ക് വേണമെങ്കിൽ പണം തിരിച്ചെടുക്കാം, അതെപ്പോൾ വേണമെങ്കിലും തന്നാൽ മതി. പക്ഷേങ്കിൽ എനിക്ക് ഇത്തിരി അത്യാവശ്യമുണ്ട്, രാധ ചെല്ല് എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് രാധേനെ അവിടുന്ന് പുറത്താക്കുകയാണ് കേട്ടോ. അപ്പൊ ദർശൻ ഒട്ടും താല്പര്യമില്ല എന്ന് രാധയ്ക്ക് മനസ്സിലായി. രാധ വിഷമിച്ചിട്ടാണെങ്കിലും ആളെ ഇറങ്ങി അങ്ങ് പോവാണ്. പിന്നെ ദർശൻ നേരെ ചെല്ലുന്നത് നമ്മുടെ വേദയെ കാണാനായിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വിനായകൻ അവിടെ ഇരിപ്പുണ്ട്. ഹലോ സാർ എന്നൊക്കെ പറഞ്ഞു. അല്ല സാർ വരൂ, ഇരിക്കും. ഞാൻ വന്നതേ ഒരു കാര്യത്തിനാ. എന്താ സാർ പറഞ്ഞോളൂ, എനിക്ക് വേദയെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പൊ നന്ദിനിയോട് വേദയെ വിളിക്കാൻ പറഞ്ഞു. നന്ദിനി നേരെ അകത്തേക്ക് ചെന്നു. അപ്പോൾ കിച്ചണിൽ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. വേദ, നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ആരാ? നിന്നെ കെട്ടാനിരുന്നില്ലേ അയാൾ തന്നെ. ആര്? ദർശനോ എന്ന് ചോദിച്ചു. അപ്പൊ ദർശന്റെ അടുത്തേക്ക് വേദ ഇങ്ങനെ ഇറങ്ങി വന്നു. ഇറങ്ങി വന്ന ശേഷം എന്തിനാ വന്നത് ദർശൻ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ കമലയും കൂടെ ഇറങ്ങി വന്നു കേട്ടോ. ഞാൻ കേസിനെ പറ്റി സംസാരിക്കാനാ വന്നത്. ഏത് കേസ് എന്ന് വേഗം തന്നെ ചോദിക്കുകയാണ്. നോക്കണ്ട, വിക്രത്തിന്റെ കേസിനെ പറ്റി തന്നെയാ ഞാൻ സംസാരിച്ചത്. അപ്പൊ ഇത് കേട്ടോണ്ടാണ് കമല അങ്ങോട്ടേക്ക് വരുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. അടുത്ത 16 ഇനി ഹിയറിംഗ് വെച്ചിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുത്ത സ്ഥിതിക്ക് വേദയെ കോടതി വിളിപ്പിക്കും. അറിയാം, കോടതി പബ്ലിക് പ്രോസിക്യൂട്ടർ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ വേദയുടെ മൊഴി കേസിനെ എങ്ങനെ ബാധിക്കുമെന്ന് അറിയാലോ അല്ലേ? അറിയാം എന്ന് പറഞ്ഞു. പ്രതി വിക്രം, അയാളുടെ ഭാര്യ വിഗ്നസ്, കേസ് നടക്കുന്നത് നിന്റെ അച്ഛന്റെ കോടതിയിൽ. അറിയാലോ അല്ലേ? അറിയാം വിക്രം എന്ന് അറിയാം ദർശൻ എന്ന് പറഞ്ഞു. ദർശൻ വന്ന കാര്യം പറയൂ. ഈ കേസ് അത്ര സിമ്പിൾ അല്ല. വിധി വിക്രത്തിനെതിരാവുകയുള്ളൂ. അപ്പം എന്ന് വെച്ചാ എന്താ സാർ എന്ന് ചോദിച്ചു. ജയിലിൽ പോകുന്ന ഉറപ്പാണ് എന്ന് പറയുകയാണ്. അപ്പൊ വേഗം വിനായകൻ എത്ര കൊല്ലം എന്ന് ചോദിച്ചോ. 7 വർഷം, അതെന്താണെങ്കിലും ഉറപ്പാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേനും കമല അവിടെ നിന്ന് കരയാൻ തുടങ്ങി. കേട്ടിട്ട് പക്ഷെ വേദയ്ക്ക് ഒരു കുലുക്കം ഉണ്ടായില്ല കേട്ടോ. ഇനി രക്ഷിക്കണമെങ്കിൽ വേറെ എന്തെങ്കിലും മിറക്കിൾ സംഭവിക്കണം എന്നുകൂടി ചേർത്തു. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഹൈപ്പ് ചെയ്യുന്ന ബട്ടൺ ഒന്ന് ഞെക്കി ഒരു പോയിന്റ് ഒക്കെ എനിക്കിവിടെ തരണോട്ടോ. അപ്പൊ പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു.